സ്നേഹത്തോടെ ഹല്ലേലൂയ, വലിയ സന്തോഷത്തോടെ ഹല്ലേലൂയ. രക്ഷയുടെ നാഥൻ കൂടെയുണ്ട്. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്ന രക്ഷയുടെ നാഥനെ കണ്ടുകൊണ്ട്, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, നാം എന്തിനു വേണ്ടിയാണ് ഇന്ന് ഇവിടേക്ക് കടന്നു വന്നത്? നമ്മുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണ്? തമ്പുരാന്റെ സന്നിധിയിൽ പറയാം. ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് കരങ്ങളിൽ എടുത്തു പിടിച്ച് ഈശോയ്ക്ക് കൊടുക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. നമ്മളിവിടെ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ അധ്വാന ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആനന്ദവും സമാധാനവും സൗഖ്യവും നൽകി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഈശോ നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്ന നിമിഷമാണ്. വലിയ സ്നേഹത്തോടെ ഹൃദയം തുറന്ന് ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പരിശുദ്ധ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നല്ലവനായ തമ്പുരാന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഈശോ എന്റെ മുമ്പിലുണ്ട്, എന്റെ കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, വലിയ സ്നേഹത്തോടെ, വലിയ ആദരവോടെ അവിടുത്തെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാറ്റിലുപരിയായി എന്റെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുക, അതായിരിക്കട്ടെ ഇപ്പോൾ എന്റെ ആവശ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും പലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് എനിക്ക് ഒന്നും ലഭിച്ചില്ലെങ്കിലും, പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ദുഃഖമാണെങ്കിലും വേദനയാണെങ്കിലും എന്നോടൊന്ന് സ്നേഹത്തോടെ പെരുമാറിയാൽ മതിയായിരുന്നു എന്ന് പരാതി പറയുന്നവരെ കേട്ടിട്ടില്ലേ? എന്റെ ഭാര്യ, അവൾ നല്ല രീതിയിൽ എന്നോടൊന്ന് പെരുമാറിയാൽ മതിയായിരുന്നു ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? അവിടെ പട്ടിണിയാണെങ്കിലും ദുരിതമാണെങ്കിലും ക്ലേശമാണെങ്കിലും വേദനകളാണെങ്കിലും അതൊന്നും എനിക്ക് പ്രശ്നമില്ല, അവന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുക, അല്ലെ അവളുടെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുക, അത് മതിയെന്ന് പറയുമ്പോ പെറ്റമ്മയേക്കാൾ അധികമായി നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന നമ്മുടെ തമ്പുരാന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിഞ്ഞ് പോരെ ഏറ്റവും കൂടുതലായിട്ട് അവിടത്തേക്ക് നന്ദി പറയുവാനായിട്ട്? മറ്റെന്ത് വേണം? ഇവിടം വിട്ട് നമ്മൾ സ്വർഗീയ ജെറുസലേമിലെത്തുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? എന്താണ് നമ്മൾ അവിടെ ആഗ്രഹിക്കുന്നത്? ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണോ നമുക്കുള്ളത്? അല്ല എന്നുറപ്പുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ സ്നേഹവും സമാധാനവും സന്തോഷവും നമുക്ക് ഇവിടെ ലഭിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു? പ്രിയമുള്ളവരെ, അതെ, ഇതാ അവിടുന്ന് പറയുന്നില്ലേ, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം സംഭവിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രമാത്രം ആഴത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ആ തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കാതെ നൈമിഷികമായ സുഖങ്ങൾക്ക് പിന്നാലെ, ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടി അലയുമ്പോൾ ആ നല്ലവനായ ദൈവം എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് ഒരു നിമിഷം ചിന്തിക്കാം. ആഴത്തിൽ നമ്മളെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം ഒന്ന് തിരിച്ചറിയാൻ കഴിയാതെ, നമ്മുടെ കൂടെ ആയിരുന്നിട്ട് ആ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയാതെ വികലമായ ചിന്തകളിൽ പുറകെ പോകുന്ന നമ്മുടെ അവസ്ഥയെ ഒന്ന് തമ്പുരാന്റെ സന്നിധിയിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മാപ്പ് പറയാം. ഏറ്റവും വലിയ പാപം ഇത് തന്നെയാകട്ടെ പ്രിയമുള്ളവരെ, ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റാത്തതിന്റെ അവസ്ഥ. അതാണ് പാപത്തിന്റെ അവസ്ഥ. ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അതാണ് പാപത്തിന്റെ അവസ്ഥ. അല്ലാതെ വ്യഭിചാരം ചെയ്യുന്നതോ കൊലപാതകം ചെയ്യുന്നതോ മാത്രമല്ല, തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റാത്ത എന്തൊക്കെ ഘടകങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ അതൊക്കെ പാപത്തിന്റെ അവസ്ഥകളാ. ഒന്ന് തമ്പുരാന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നമുക്ക്. ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകൾ ഏത് തരത്തിലുള്ള അവസ്ഥകളായിക്കോട്ടെ, ഉത്കണ്ഠകളായിക്കോട്ടെ, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയില്ലായ്മ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം വിട്ടുകൊടുക്കാം. കൊച്ചു കൊച്ചു പാപത്തിന്റെ അവസ്ഥകൾ വിട്ടുകൊടുക്കാം. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റാത്തതിന്റെ അവസ്ഥകളെ കർത്താവിന് സമർപ്പിക്കാം. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇതാ കരുണാമയനായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന നിമിഷത്തില്
അവിടുത്തെ സ്നേഹം ആവോളം അനുഭവിച്ചിടാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്നിൽ നിലനിൽക്കുന്ന പാപത്തിന്റെ അവസ്ഥകള് ഏത് തന്നെ ഘടകങ്ങളായിക്കോട്ടെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മനസ്സും ശരീരവും ആത്മാവും കർത്താവിനെ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. ഈശോ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഓ വലിയ സ്നേഹത്തോടെ വലിയ ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ നാം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് പറഞ്ഞു, മനുഷ്യ മക്കളോട് ചേർന്നിരിക്കുന്നത് ഏറ്റവും ആനന്ദദായകമാണെന്ന്. അവിടുന്ന് ഇപ്പൊ ആനന്ദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവും ആത്മാവുമായ ത്രിയേക ദൈവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാട്ടുപാടി അവിടുത്തെ മഹത്വപ്പെടുത്താം. വലിയ സന്തോഷത്തോടെ ഒന്നിളകി, ശരീരമൊക്കെ നിളകി. സ്വർഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സ്വർഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചപ്പോൾ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കാലുകളുള്ളവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. കരങ്ങളുള്ളവർ തമ്പുരാന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തട്ടെ. ഈ കാലുകളും കരങ്ങളും തന്ന തമ്പുരാനെ അതിനെ ഓർത്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കാലുകൾ തന്ന കർത്താവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കരങ്ങൾ നൽകിയ കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലുകൾക്ക് ബലം പ്രാപിക്കട്ടെ. ഓ കൈകൾക്ക് ബലം പ്രാപിക്കട്ടെ. ആരാധിക്കുന്നു. സ്തുതികൾ നിറച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ശിമയോൻ തൻ കൈകളിൽ നാഥനെ സ്തുതിച്ചുയർത്തിയപ്പോൾ ഞാനുമിതാ ഉന്നതനെ ആരാധിക്കുന്നു. ശിമയോൻ തൻ കൈകളിൽ നാഥനെ സ്തുതിച്ചുയർത്തിയപ്പോൾ ഞാനുമിതാ ഉന്നതനെ ആരാധിക്കുന്നു. സ്വർഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചപ്പോൾ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. ഈശോ മഹത്വപ്പെടുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി കർത്താവേ, മഹത്വം, ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഇസ്രായേൽ നാഥനിതാ നമ്മുടെ മുമ്പിലിതാ, കരഘോഷം മുഴക്കിടാം അവനെ സ്തുതിച്ചിടാം. ഇസ്രായേൽ നാഥനിതാ നമ്മുടെ മുമ്പിലിതാ, കരഘോഷം മുഴക്കിടാം അവനെ സ്തുതിച്ചിടാം. യോഹന്നാൻ മരുഭൂവിൽ കത്തി ജ്വലിച്ചതുപോൽ യേശുവിനായി നമുക്കുമെന്നും കത്തി ജ്വലിച്ചിടാം. യോഹന്നാൻ മരുഭൂവിൽ
പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചപ്പോൾ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. 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 യെശയ്യാ 55:6 പ്രകാരം കാണുന്നു, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഈ നിമിഷം കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുക എന്ത് കാര്യങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഈ നിമിഷം കർത്താവിനെ സമർപ്പിക്കാം. രോഗികളായ എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന നിമിഷം രോഗത്തിന്റെ എല്ലാ അവസ്ഥകളെയും കർത്താവിന് വിട്ടുകൊടുക്കാം. സാമ്പത്തിക ദുരിതങ്ങള്, കടബാധ്യതകള്, ഭവനമില്ലാത്ത അവസ്ഥകള്, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട വേദനിക്കുന്ന നിമിഷങ്ങള് എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്തവണ്ണം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്നരുളി ചെയ്തുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ, എല്ലാ രോഗങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം. കർത്താവെ, മരുന്നോ ലേപനാവശ്യതോ അല്ല, അവിടുത്തെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത്. വിശ്വസിക്കാം. ഹല്ലേലൂയ. സൗഖ്യപ്പെടുത്തുന്ന കർത്താവിന്റെ കരസ്പർശനം ഏറ്റുവാങ്ങാനായിട്ട് ആഗ്രഹിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് മർത്തിയോട് പറഞ്ഞ കർത്താവ്, ആ കർത്താവ് തന്നെ ഇപ്പം നമ്മൾ കൂടെയുണ്ട്. അവിടുത്തെ സ്പർശനം അനുഭവിച്ചറിയാം. വിടുതൽ നൽകുന്ന കർത്താവ്, അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുന്ന് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിടുതൽ നൽകുന്നു, സൗഖ്യം നൽകുന്നു. വിശ്വസിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസനായ കർത്താവ് ഈ നിമിഷം അനേകരെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിക്കാം. നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാം. ഏത് തന്നെ രോഗമായിക്കോട്ടെ, ഏത് തന്നെ പ്രതിസന്ധി ആയിക്കോട്ടെ, ഇവയൊന്നും നമ്മളെ യേശുന്നില്ല. കാരണം എന്റെ ഈശോയേക്കാൾ അധികമായി, ഈശോയുടെ സ്നേഹത്തിൽ അധികമായിട്ട് ഒന്നും എനിക്ക് വേണ്ട. അതാ വിശുദ്ധ അൽഫോൻസമ്മ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് എന്റെ ഈശോയെ മതി, ഈശോയുടെ സ്നേഹം മതിയെന്ന്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധരെ പോലെ വിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടവരെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ ആഗ്രഹിക്കാം. ഇതാ, എനിക്ക് എന്റെ ഈശോയെ മാത്രം മതി, ഈശോയുടെ സ്നേഹം മാത്രം മതി, മറ്റെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളട്ടെ. അവിടുന്ന് പറഞ്ഞില്ലേ, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അപ്പൊ മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട്. ഒരു നാളും ഞാൻ നിങ്ങളെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ വലിയ ആത്മവിശ്വാസത്തോട്, ആത്മധൈര്യത്തോട് നമുക്ക് പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. എന്നെ സൗഖ്യപ്പെടുത്തുന്ന, എനിക്ക് വിടുതൽ നൽകുന്ന, എനിക്ക് ശാന്തിയും സമാധാനവും ജീവനം നൽകുന്ന എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. എനിക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. എല്ലാ ഭയവും യേശു നാമത്തിൽ ഈ നിമിഷം നമ്മളിൽ വിട്ടുപോകട്ടെ. എല്ലാ രോഗത്തിന്റെ അവസ്ഥകൾ യേശു നാമത്തിൽ ഈ നിമിഷം നമ്മളിൽ വിട്ടുപോകട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഉറക്കെ സ്തുതിച്ച് മഹത്വം പ്രാപിക്കാം, വിടുതൽ പ്രാപിക്കാം, യേശുവിന്റെ നാമം വിളിക്കാം. യേശുവേ കടന്നു വരണമേ, സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കാം. വലിയ സ്നേഹത്തോടെ ഗായക സംഘത്തോട് ചേർന്ന് വീണ്ടും നമുക്ക് പാടാം. വലിയ സന്തോഷത്തോടെ സ്നേഹവും വിടുതൽ അനുഭവിച്ചറിഞ്ഞോട് പാടണം. ഒന്ന് ഇളകി, ശരീരമൊക്കെ ഒന്ന് ഇളകിയാട്ടെ. സ്വർഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചപ്പോൾ സ്വർഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ
താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ ഹല്ലേലൂയ. പാൽനുകരും കുഞ്ഞുങ്ങൾ തൻ ചുണ്ടുകളിൽ പോലും സ്തുതികൾ നിറച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പാൽനുകരും കുഞ്ഞുങ്ങൾ തൻ ചുണ്ടുകളിൽ പോലും സ്തുതികൾ നിറച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ശിമയോൻ തൻ കൈകളിൽ നാഥനെ സ്തുതിച്ചുയർത്തിയപ്പോൾ ഞാനുമിതാ ഉന്നതനെ ആരാധിക്കുന്നു. ശിമയോൻ തൻ കൈകളിൽ നാഥനെ സ്തുതിച്ചുയർത്തിയപ്പോൾ ഞാനുമിതാ ഉന്നതനെ ആരാധിക്കുന്നു. സ്വർഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചപ്പോൾ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു